പ്രസിഡന്റ് കൂടിയായ ശ്രീമതി അച്യുത, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പാലോട് രവി, KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സുബോധൻ, ജനറൽ സെക്രട്ടറി CMS മോഹനചന്ദ്രൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ 67ാമത് വാർഷിക സമ്മേളനത്തിലെത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യും. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാൻ കഴിഞ്ഞ 9 വർഷക്കാലം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ദുരിതകാലമാണ്. ഈ രണ്ടാമത്തെ ടേമെത്തിയപ്പോഴേക്കും കേരളത്തിൻ്റെ ഖജനാവ് മുഴുവൻ പാപ്പരാക്കി കേരളത്തെ ജീവനക്കാർക്ക് പെൻഷൻകാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് 60,000 കോടി രൂപയാണ്. എല്ലാ കണക്കും കൂടി വരുമ്പോൾ ഇനിയും വരും, പണം വരും, കൂടുതൽ 1 ലക്ഷത്തിന് കൂടെ വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട പണം എന്ന് പറയുന്നത് 60,000 കോടി. ടോട്ടൽ വരുമ്പോൾ 1 ലക്ഷം കോടിക്ക് അപ്പുറം പോകും. എന്നിട്ട് മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് പ്രസംഗിച്ചത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് അത് വികസന വിരുദ്ധരാണ് എന്നാണ്. മോഡി പറയുന്ന പോലെ മോഡി ആരെങ്കിലും വിമർശിച്ചാൽ ദേശവിരുദ്ധരാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഗവൺമെന്റിനെ വിമർശിച്ചാൽ വികസന വിരുദ്ധരാണ്. ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഇപ്പൊ കൊടുക്കാതെ പണം ഒരു 1 ലക്ഷം കോടി എന്തില്ല. പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുക്കും. ആശുപത്രിയിലും മരുന്നില്ല. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോടികൾ കൊടുക്കാൻ. സപ്ലൈകോയിൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ സബ്സിഡൈസ് റൈറ്റ് ഒന്നുമില്ല, 13 കാരണം സപ്ലൈകോയ്ക്ക് സപ്ലൈ ചെയ്യുന്ന അവർക്ക് പണം കൊടുക്കാറുണ്ട്, കോടികളാണ് കൊടുക്കാറുണ്ട്. നെല്ല് സംഭരണം നടക്കുന്നില്ല സപ്ലൈകോയിൽ, കാരണം നെല്ല് സംഭരിച്ച് തന്നെ പണം കൊടുക്കില്ല. LCD ബോർഡിന്റെ സ്ഥിതി എന്താ? 3ാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് അടിപ്പിച്ചു. കഴിഞ്ഞ നവംബറിൽ കൂട്ടാൻ ഒരു ഉത്തരവായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റ ഉത്തരവിൽ 2 പ്രാവശ്യം കൂട്ടിയത്. നവംബറിൽ കൂട്ടി എല്ലാവർക്കും ബില്ല് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് ലാഭത്തിലായിരുന്ന LCD ബോർഡ് 20 പൈസ കുറച്ചു കൊടുക്കും ഒരു യൂണിറ്റിന്. എന്നിട്ട് ഇപ്പോഴെന്താ സ്ഥിതി? അന്ന് കടം കുറച്ചു കൊണ്ടുവന്ന 1000 കോടി രൂപ മാത്രമാക്കി ബോർഡിന്റെ കടം. ഇപ്പോഴത്തെ കടം എത്രയാണെന്നറിയാം? 9 കൊല്ലം കൊണ്ട് 45,000 കോടിയായി. 1000 കോടി. നമ്മളൊരു എഗ്രിമെന്റ് വെച്ചിരുന്നു, പവർ പർച്ചേസ് എഗ്രിമെന്റ്. നമ്മുടെ കാലം 25 കൊല്ലക്കാലത്തേക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കാൻ 4 രൂപ 29 പൈസ. നമ്മുടെ ഗവൺമെന്റ് വാങ്ങിച്ചു. ഈ ഗവൺമെന്റ് 7 കൊല്ലം വാങ്ങിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2 കൊല്ലം മുമ്പ് ആ കരാർ റദ്ദാക്കി. അപ്പൊ ഞാൻ കരുതി 4 രൂപ 29 പൈസ കൂടുതലായിട്ടാണ് 4 രൂപയ്ക്കോ അല്ലെങ്കിൽ 5 പൈസ കുറച്ചോ മേടിക്കുമെന്ന് വിചാരിച്ചു. എന്തിനാണ് റദ്ദാക്കിയത്? അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കും. എന്നാലും നമുക്ക് കുഴപ്പമില്ല. 4 രൂപ 29 പൈസക്ക് 25 കൊല്ലത്തേക്ക് വൈദ്യുതി മേടിക്കാൻ കരാറുണ്ടാക്കിയിട്ട് ഇപ്പൊ എത്രയ്ക്കാ വൈദ്യുതി മേടിക്കണമെന്നറിയാം? 8 രൂപയ്ക്ക് 12 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 20 കോടി രൂപയുടെ നഷ്ടമാണ്. 2 കൊല്ലം കൊണ്ട് എത്ര 1000 കോടി രൂപയാണ് നഷ്ടമുണ്ടായിരിക്കുന്നത്. ആ പണം മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്നാണ് ഈടാക്കാൻ പോകുന്നത്. ബില്ല് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ഓർഡറിൽ 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഈ ഏപ്രിൽ പുതിയ ബില്ല് വന്നു. അതിന്റെ പിറ്റേ ദിവസം വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എഴുതിയിരിക്കുകയാണ് ഇനിയും ഒരു യൂണിറ്റിന് 32 പൈസ കൂടി കൂട്ടണം. കാരണം ഇവരുണ്ടാക്കി വെച്ച ഈ അഴിമതി കൊണ്ട് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ദുരന്തം മുഴുവൻ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കും. നിങ്ങൾക്കറിയാലോ, ലോ ഡിപ്പാർട്ട്മെന്റിൽ അറിയാം, ക്ഷേമനിധി ബോർഡുകൾ എത്ര ഭംഗിയായിട്ടാണ് കേരളത്തിൽ നടന്നിരുന്നത്. ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷനുള്ള ക്ഷേമനിധി ബോർഡുകളുണ്ട്. ഈ പാവപ്പെട്ടവർ അധ്വാനിച്ച് അവർ കൊടുക്കുന്ന അംശാദായം കോൺട്രിബ്യൂഷൻ, അതുകൊണ്ടുള്ള വെൽഫെയർ ബോർഡുകളുണ്ട്. ഇപ്പൊ വെൽഫെയർ ബോർഡുകൾ ഓരോന്നായി തകരുകയാണ്. വെൽഫെയർ ബോർഡുകൾക്ക് കൊടുക്കാനുണ്ട് സർക്കാർ. ഈ പാവപ്പെട്ടവരുടെ പണം എടുത്തുകൊണ്ടുപോയി 2,500 കോടി കൊടുക്കാനുണ്ട്. നിരവധി വെൽഫെയർ ബോർഡുകൾ തകരുകയാണ് കേരളത്തിൽ. പൈസയില്ല. പക്ഷെ PSC മെമ്പർക്ക് ചെയർമാനും 4 ലക്ഷം രൂപ ശമ്പളമാക്കി കൊടുത്തു. അവരുടെ പെൻഷൻ കൂട്ടിക്കൊടുത്തു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ, എന്തൊരു സോഷ്യൽ മീഡിയ എന്നാണ് ഞാൻ നോക്കി. മുഖ്യമന്ത്രി എല്ലാ ദിവസവും ചിലപ്പോൾ പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ ഇടുന്നത്ര തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട്. FB-യിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, X-ൽ ഇടുന്നുണ്ട്. ഞാനും ഇടുന്നുണ്ട്. എന്നെക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി ഇടുന്നില്ല. എനിക്ക് ഒരു പൈസ ചെലവില്ല. മുഖ്യമന്ത്രിക്ക് ഒരു മാസം, ഒരു വർഷത്തിൽ 80 ലക്ഷം രൂപയിലധികമാണ് ചെലവ്.
12 പേരെ വെച്ചേക്കുന്നത്. അവരുടെ ശമ്പളം കൂട്ടി. എനിക്ക് പറഞ്ഞാൽ അവർ വേറെ ഏതോ പണിയെടുക്കണം. CPM-ന്റെ പണിയെടുക്കണം. മുഖ്യമന്ത്രിക്ക് പോസ്റ്റിനായിരുന്നു ഇത്രയും പൈസ. ഞാൻ 1 രൂപ ചെലവിലാണ് ഇടുന്ന പോസ്റ്റ്. ഞാൻ സ്റ്റാഫിനെ വെച്ചിട്ടില്ല പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അത്രയും പോസ്റ്റ് മുഖ്യമന്ത്രി ഇടുന്നുള്ളൂ. അദ്ദേഹത്തിന് എങ്ങനെയാണ് മാസം 7-8 ലക്ഷം രൂപ വരുന്നത്? ഒരു വർഷമാകുമ്പോഴേക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെലവാക്കാൻ പൈസയുണ്ട്. ഇതാണ് നടക്കുന്നത്. മൊത്തത്തിൽ നടക്കുന്നത് ഇതാണ്. വലിയ ഡിസോർഡറാണ് നടക്കുന്നത്. ജീവനക്കാർക്ക് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് DA-യുടെ കാര്യം അത് മിണ്ടാട്ടമില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും മിണ്ടാട്ടമില്ലല്ലോ. ലീവ് സറണ്ടറിന്റെ കാര്യം മിണ്ടാട്ടമില്ല. പിന്നെ 2027 പറയുകയാണ്. അപ്പൊ അവർക്ക് അറിയാലോ അവരുണ്ടാവില്ല എന്നുള്ളത്. 2027 ആകുമ്പോഴേക്കും ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ സർക്കാർ വിലാസ സംഘടന മറ്റാണ് വിദൂഷകന്മാരുടെ റോളിലാണ്. രാജകൊട്ടാരത്തിൽ പണ്ട് വിദൂഷകന്മാരുണ്ടായിരുന്നത്. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകന്മാർ രാജകൊട്ടാരത്തിൽ ആ റോളിലാണ്. സർക്കാർ വിലാസ സംഘടനകളെല്ലാം തിരുവാതിരപ്പാട്ട് അല്ലെ, കയ്യൊട്ടിക്കളി, പിന്നെ നാടകം, ഡോക്യുമെന്ററി, കാരണഭൂതനാണ്, ലെജൻഡാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇതിലൊന്നും വീരല്ലേ എന്ന് പറയുമ്പോൾ ഒരു പറ്റിക്കാൻ പറ്റുന്ന എന്റെ അടുത്ത് വന്ന ഒരാൾ കൂടുതൽ വിനയം കാണിച്ചാൽ എനിക്ക് പേടിയാണ്. ഒരു പരിധി വിട്ട ഒരാൾ കുഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാൽമലിക്കാണ് നോക്കണത്. എനിക്ക് അധികം വിനയം കാണിക്കുകയും അധികം ബഹുമാനം കാണിക്കുകയും ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് പേടി. ഞാൻ മുഖ്യമന്ത്രിയോട് സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിക്കണം. ഇവരൊക്കെ നിങ്ങളെ മുതലാക്കാൻ വേണ്ടി വരുവാണെന്ന് വീണ്ടും പോകരുത്. ഇതിൻ്റെ അകത്ത് ഈ വർത്താനൊക്കെ പറഞ്ഞത് ഇന്നിപ്പോ എന്നോട് രാവിലെ ചോദിച്ചൊരു മാധ്യമം, താങ്കളെ കുറിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മറ്റേതിലും നേരത്തെ ജയിച്ചതിനാണ് കുറെ വാക്കുകളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞാനതിലൊന്നും വീഴില്ല. കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് ആർക്കായാലും. ഞാൻ ഓർത്തത് എന്താണ്, ജയിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ എന്തൊക്കെ പറയായിരുന്നു എന്നാണ് ഞാൻ ആലോചിച്ചത്. സത്യമായിട്ട് ജയിച്ചില്ലായിരുന്നെങ്കിൽ നേരെ തിരിച്ചാണ്. ഇന്നും പത്രസമ്മേളനവും പരിപാടി എന്തൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ അതിന് വീഴുന്നില്ല. കേൾക്കുമ്പോൾ സത്യമായിട്ട് സുഖമുണ്ട്. ഇവിടെ പറയണതിന് വല്ലപ്പോഴൊക്കെ അല്ലേ കേൾക്കുന്നത് നല്ല വാക്ക്. ബാക്കി കൂടുതലും മറ്റല്ലേ കേൾക്കുന്നത്. ഞാൻ ഓർത്ത് അപ്പൊ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ എന്താ ചെയ്യുന്നത്, ജയിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ പറയുന്നു മനസ്സിൽ വിചാരിച്ചാൽ അപ്പൊ അത്രയുള്ളത്. അപ്പൊ ഇവരുടെയൊക്കെ ഈ ജോലി ഇവരെ സുഖിപ്പിക്കുക, സന്തോഷിപ്പിക്കുക ഒരു ആവശ്യമില്ല ജീവനക്കാർ. നിങ്ങൾ ഈ മറ്റ് സംഘടനകൾ പെട്ട ജീവനക്കാരനൊന്നും വഴക്കിടാൻ പോകണ്ട. എന്താ പറയുക, അതൊക്കെ നമുക്ക് ഊട്ടിയാൻ പോണ്. ഊട്ടി രഹസ്യമല്ലേ. ഉറപ്പ് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ അവരോട് പറഞ്ഞേക്ക് 2026 UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. വെറുതെ അല്ല, 100 സീറ്റിലധികം നേടി അധികാരത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഈ പ്രശ്നമൊക്കെ തീരും. ഇല്ലെങ്കിൽ ഒരു കാലത്ത് ഈ പ്രശ്നം തീരൂല. ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇതുവല്ല കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. മിണ്ടാട്ടല്ലേ പിന്നെ എങ്ങനെ കിട്ടുന്നത്? പേ കമ്മീഷന്റെ കാര്യങ്ങൾ നടത്തി തുടങ്ങേണ്ട സമയമായി. പഴയ പേ കമ്മീഷന്റെ പേ കമ്മീഷൻ കുടിശ്ശിക കൊടുത്തിട്ടില്ല. പേ കമ്മീഷനെ വെച്ചിട്ടില്ല. നമ്മളെങ്ങനെയാണ് UDF ആണ് ഭരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഈ സംഘടനക്കാരെല്ലാവരും കൂടി. ഇവ പേ കമ്മീഷനും ഇല്ല, ഒന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാനും പോകുന്നില്ല. അപ്പൊ അത് പറഞ്ഞാൽ മതി നിങ്ങൾ അവരോട്. അവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇനി നമുക്ക് ഫൈനലാണ്. ഫൈനലിലേക്ക് നമ്മൾ പോവുകയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ പിന്തുണ, സംഘടനാ വേദന, മുകളിലിരിക്കുന്ന ഇതുകൊണ്ട് ഗുണമുള്ള കുറച്ച് പേരുണ്ടാവും. അതൊഴിച്ചുള്ള മുഴുവൻ ആളുകളും ഉറപ്പായി UDF തിരിച്ച് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെ കൂടി നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. UDF വന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാകും. സർക്കാർ ജീവനക്കാരെ അവരെ ഏറ്റവും ചേർത്ത് നിർത്തി, അവരാണ് ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ. അവർക്കൊരു പ്രയാസമില്ലാതെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാന്യമായ നിലയിൽ UDF ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് എല്ലാ UDF ഭരണകൂടവും അല്ലെ ജീവനക്കാരുടെ ആകെ ഉണ്ടായത് 2001 നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കി വെച്ചിട്ട് പോയതാണ്. കുറച്ച് ദിവസത്തേക്കേ ചോദിച്ചുള്ളൂ അന്നേക്ക് ആന്റണി. എന്നിട്ട് തന്നെ അത് എല്ലാം തിരിച്ച് എല്ലാം കൊടുത്തു. അതുപോലെ ഏത് കാലത്തും ജീവനക്കാരുടെ നല്ല കാലം, വസന്തകാലം എന്ന് പറയുന്നത് UDF ഭരണകാലമാണ് എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അസംബ്ലിയിൽ ഒരു പരിപാടിയുണ്ട്. നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീമതി കുമാരി അജിത റിട്ടയർ ചെയ്യുന്ന ചടങ്ങ് കൂടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിർബന്ധമായി അതിൽ പങ്കെടുക്കും. അജിത വളരെ സജീവമായി നമ്മുടെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരാളാണ്. റിട്ടയർ ചെയ്യാൻ ഇവരൊക്കെ റിട്ടയർ ചെയ്യുമ്പോഴാണ് പ്രായമായിട്ടില്ല റിട്ടയർ ചെയ്യാൻ. ഞാൻ ആദ്യം MLA ആയി വന്നപ്പോൾ ഈ റിട്ടയർമെന്റ് പ്രായം കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്ത ആളാണ്. അവർക്ക് പല റിട്ടയർമെന്റ് യോഗത്തിൽ പോകുമ്പോൾ ഇവരൊക്കെയാണ് റിട്ടയർ ചെയ്യണം, ആയിട്ടില്ല റിട്ടയർ ചെയ്യാൻ നോക്കാം. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതിലേക്ക് ഞാൻ എല്ലാവിധ ആശംസകളും
നന്മകളും പ്രത്യേകമായി നേരിയാണ്. പിന്നെ റിട്ടയർ ചെയ്തെന്നോർത്ത് വിശ്രമിക്കേണ്ട, സജീവമായി സംഘടനാ രംഗത്തെ കൊണ്ടാണ്. ഞങ്ങളിപ്പോൾ റിട്ടയർ ചെയ്ത ആളുകൾ ആരെയും വിടുന്നില്ല. ഞാൻ എല്ലാ DCCകളോടും APCCയോടും റിട്ടയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞേക്കാം. അവരുടെയൊക്കെ വീടുകളിൽ പോയി കണ്ട് വിശ്രമിക്കാൻ അവസരം കൊടുക്കുന്നത്. സജീവമായി സംഘടനാ രംഗത്ത് ഞാൻ അപ്പോൾ അജിതയെയും ഞാൻ സംഘടനാപരമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനത്തിന് പരസ്യമായി ഞാൻ ക്ഷണിക്കുക. അത് നമുക്ക് സ്ത്രീകളും വേണം, ധാരാളം ആളുകൾ വേണം. റിട്ടയർ ചെയ്യുന്ന ആളുകളെ അതാത് സംഘടനകൾ അവരുടെ ലിസ്റ്റ് അതാത് DCCകൾക്കും KPCCകൾക്കും കൈമാറി അവരെ പാർട്ടിയിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ട് അവരെ സജീവമാക്കാൻ തീരുമാനം. നമ്മുടെ പെൻഷൻമാരുടെ സംഘടന ഏറ്റവും ബെസ്റ്റ് സംഘടനകളിൽ ഒന്നാണ്, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഒന്നാണ്. അവർ വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ബന്ധപ്പെട്ട് റിട്ടയർ ചെയ്യുന്നവർ പ്രവർത്തിക്കണം. എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് കേരള ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ 67ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സംഘടന